കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടി. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവൻ അവരെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, നന്ദി പറയാനും ഞാൻ എന്തായി തീർന്നു ഈ ഒരു വർഷത്തിന് അപ്പുറത്തോട്ട് എന്തായി തീരണം എന്നുള്ള പ്രതിജ്ഞയോടുകൂടി ആത്മീയമായിട്ട് അടുത്തൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനാണ്. ഇന്നത്തെ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും ഒരു പക്ഷെ പെട്ടെന്ന് വായിക്കുമ്പോൾ പല ഭാഗങ്ങളും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളിയുണ്ട്, അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മളും സ്വായത്തമാകണം എന്നുള്ള തിരിച്ചറിവ് ഈ ഭാഗത്തിലൂടെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്നാപയോഹന്നാൻ്റെ തന്നെ ജീവിതമാണ്. സ്നാപയോഹന്നാൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിന് വേണ്ടി ഒരു ചൂണ്ടുപലകയായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ മാറുന്നുണ്ട്. തന്നെ കാണുന്ന ഓരോരുത്തർക്കും, കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും, അല്ലെങ്കിൽ സംസാരത്തിലും ഭാഷയിലുമെല്ലാം ക്രിസ്തുവിനെ മാത്രം തന്നെ ജീവിതം കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു സ്നാപയോഹന്നാൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു പരിഗണന, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ആത്മബോധ്യം എന്ന് പറയുന്നതും ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ട് ചൂണ്ടുപലകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. പക്ഷേ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഏതവസ്ഥയിലാണോ, ഏത് ജീവിത വിളിയിലേക്കാണോ വിളിക്കപ്പെട്ടത്, ആ ഒരു വിളിയിലായിരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാൻ കടപ്പെട്ടവരാണ്. ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും വളരെ ഭംഗിയായിട്ട് സ്നാപയോഹന്നാനെ പറ്റിയിട്ട് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഭാഗം എഴുതപ്പെടുമ്പോൾ വ്യാജപ്രവാചകന്മാരെ കൊണ്ട് ആദിമ ക്രിസ്ത്യാനികൾ പലപ്പോഴും അവർ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളിലും അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ യോഹന്നാൻ വളരെ ഭംഗിയായിട്ട് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുക്കലിൻ്റെ ആരംഭത്തിൽ തന്നെ സ്നാപയോഹന്നാൻ ആരായിരുന്നുവെന്നും എന്തുകൊണ്ട് ഈ ഒരു ജീവിതത്തിൽ ഇത്ര വ്യക്തമായിട്ട് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴും നമ്മളും ഏറ്റെടുക്കേണ്ടത് ഈ ഒരു വ്യത്യസ്തമായ ലോകത്തിൽ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സ്വീകരിക്കാതെ പോകുന്ന ഈ ഒരു ലോകത്തിൽ എങ്ങനെ എൻ്റെ ജീവിതം കൊണ്ട്, ഞാനായിരിക്കുന്ന ജീവിതാവസ്ഥയിലായിരുന്നുകൊണ്ട് ക്രിസ്തുവിനെ എങ്ങനെ പ്രഘോഷിക്കാമെന്നാണ്. ആദ്യ വായനയിൽ വായിക്കുമ്പോഴും രണ്ടാം വായനയിൽ ചേർത്ത് വയ്ക്കുമ്പോഴും ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഒത്തിരിയേറെ മഹത്വത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അത് ദിവസത്തിൻ്റെ അവസാന മണിക്കൂറിൽ ശിശുക്കളെ പോലെ അല്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്,
നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വായിച്ചു കേട്ട് ഓരോ വായനയിലും പറയുന്നത് പോലെ വിശ്വസ്തനായ വൃത്തിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറേണ്ടതും, അല്ലെങ്കിൽ ആ ഒരു ഒരുക്കത്തിൽ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇത് പക്ഷേ ഈ ഒരു വരുന്ന വർഷം എന്നെ തമ്പുരാൻ കുറേ കൂടെ അനുഗ്രഹിക്കുന്ന ഒരു വർഷമാകും എന്നുള്ള തിരിച്ചറിവിൽ ആ ഒരു ബോധ്യത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരിക്കൽ പോലും എന്നെ തൊടാത്ത അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കുന്ന നിമിഷത്തിൽ ഓർത്ത് ഒരിക്കൽ പോലും സങ്കടപ്പെടാനോ വേദനിക്കാനോ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതം മാറ്റിവെക്കരുത്. കാരണം പലപ്പോഴും നമ്മൾ പരാതിയോടും പരിഭവത്തോടും കൂടി പറയുന്ന കാര്യമാണ്, എന്നെ ദൈവം അനുഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ തന്നില്ല, ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും സംഭവിച്ചില്ല എന്നൊക്കെ ഈ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴും പലപ്പോഴും നമ്മൾ പറയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച എത്രയോ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദിവസങ്ങൾ മാനിക്കാതെ, ആ ഒരു ദിവസങ്ങൾ മനസ്സിലാകാതെ പലപ്പോഴും നമ്മുടെ ബോധ്യങ്ങൾ മാറുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയുക, എത്രത്തോളം ആ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടായി എന്നുള്ള തിരിച്ചറിവിലും ആ ഒരു ബോധ്യത്തിൽ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാം. ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാണുന്നത്, നിങ്ങൾ ഓരോരുത്തർക്കും ദൈവമക്കളാകുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക അനുഗ്രഹം അവർ തന്നു എന്ന് പറയുന്നുണ്ട്. തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മുതിർന്നവരും പ്രായമുള്ളവരൊക്കെ മാറുമെങ്കിലും ദൈവത്തിന് മുമ്പിൽ നമ്മളെപ്പോഴും മക്കളാണ്, അല്ലെങ്കിൽ ശിശുക്കളാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ആത്മീയാത്രയിൽ പോകുമ്പോൾ എത്രത്തോളം ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാം. ഒപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത്, എങ്ങനെ എൻ്റെ ദൈവത്തെ കുറേ കൂടി ഭംഗിയായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് സ്നേഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സാക്ഷ്യമായിട്ട് സ്നാപയോഹനാനെ പോലെ തൻ്റെ ജീവിതത്തിലൊരു ചൂണ്ടുപലകയായിട്ട് ക്രിസ്തുവിന് വേണ്ടി മാറിയത് പോലെ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എങ്ങനെ അതുപോലെയായി തീരാൻ പറ്റും എന്നുള്ള ബോധ്യം കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം, സ്വായത്തമാക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.